ലീവുള്ള ദിവസം സാറിന് ഒന്നിനും കിട്ടില്ല. ഫുൾ ടൈം ഫാമിലിയോടെ തന്നെ. ഞായറാഴ്ചയ്ക്കാണ് പറയുകയും വേണ്ട. രാവിലെ പള്ളിയിലൊക്കെ പോയി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു സിനിമയ്ക്കൊക്കെ പോയി വീട്ടിൽ തന്നെ. ഞാനൊക്കെ എത്ര ഞായറാഴ്ചയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. ഫാമിലിയിൽ മാത്രമോ? സ്കൂളിലെല്ലാം പിള്ളേർക്ക് വലിയ ജീവനാ സാറിനെ. ദൈവം എങ്ങനെയാണോ ചില സന്തോഷങ്ങൾ പെട്ടെന്ന് തട്ടിമാറ്റിക്കളയും. രണ്ടാളുടെ ആരോഗ്യം ഉണ്ടായിരുന്നപ്പോ സാറിന്. അതെ അതെ, ഇനി ആകാശം എടുത്ത് പോണെന്ന് പറഞ്ഞാലും ഒരു മൂല എന്റെ തോളത്ത് വെക്കണം എന്ന് പറയുന്ന ആളായിരുന്നു. ആ രജനീന്റെ സ്റ്റൈലിൽ ഒരു സിഗരറ്റ് വലി ഉണ്ട്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ പറയുമായിരുന്നു. എന്നാലും പക്ഷേ ലങ്സിന് ക്യാൻസർ വന്നിട്ട് 4 സ്റ്റേജ് കഴിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ. കൊച്ചിന്റെ പിറന്നാളും വിളിച്ച് ചെന്നില്ലെങ്കിൽ അത് മോശമല്ലേ? അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എനിക്ക് വയ്യ സാറിന് ഈ അവസ്ഥയെ കാണും. പിന്നെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. എന്നാലും ഫാമിലിക്ക് അത് വലിയൊരു നഷ്ടമായി. നഷ്ടം ഫാമിലിക്കല്ല, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കാണ്. ഇതുപോലൊരു സാറിന് ഈ സ്കൂളിലെ പിള്ളേർക്ക് കിട്ടുമോ? നിങ്ങൾ വന്നോ? ഞാൻ ഇപ്പം കൂടെ നിങ്ങളെ ക്ഷണിച്ചു. ഫാനുണ്ടെങ്കിലും ഞാൻ എടുത്തിരുന്ന് വീശി കൊടുക്കും. എന്നിട്ട് നീ അങ്ങോട്ട് ചെല്ലി. വേദന പരവേശന്തല്ലോ, ഇതിങ്ങനെ ഇരുന്ന് വീശും ഒരാശ്വാസം. എന്നാ പിന്നെ നമ്മളാണ് പോയി കേക്ക് മോടിച്ചിട്ട് കൊച്ചിനൊരു സന്തോഷമാണ്. അവരോട് ഒന്ന് ഇങ്ങോട്ട് പോകാനാ പറഞ്ഞേ. ടീച്ചറെ, നിങ്ങളെ വിളിക്കുന്ന
എന്താ വിളിച്ചേ? നീ പാദം അതിനടിച്ചാലും നിങ്ങളെ കാണാൻ പറ്റാന്ന് വിചാരിച്ചു. നിനക്ക് കാണാതിരിക്കാൻ വേണ്ടി അല്ലടി, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി. നിങ്ങളൊക്കെ ഇങ്ങനെ ഓടി പാടി നടക്കും. എനിക്ക് കട്ടിലുള്ള കുഴപ്പം സഹിക്കുന്നില്ല. നിങ്ങളല്ലെങ്കിൽ ഉള്ളൊക്കെ പൊളിയാണ്. ഞാൻ പറ്റാതെ ഇവിടെ നിങ്ങളെയൊക്കെ കൈ പിടിച്ച് നടക്കാൻ ബോധ്യമാവാൻ എനിക്ക് കുറച്ചുകൂടി ജീവിക്കണോ? നിങ്ങളുടെ കൂടെ കുറച്ചുകൂടെ ജീവിക്കണം. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു ഓക്കെ. എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഞാനില്ലേ ഇവിടെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം കൊടുക്കാൻ വെച്ചാൽ മതി. ചേട്ടാ എന്നെ പറ്റി ചേച്ചി പെട്ടെന്ന് വീശി കൊടുത്തേ. എല്ലാവരും ഒന്ന് പുറത്തിറങ്ങോ പ്ലീസ്. ചേച്ചി വീശി കൊടുക്കട്ടോ. വേദനയ്ക്ക് ഹോമിയോ മരുന്നുണ്ടല്ലോ. അത് ശരിയാ. ഇവിടെ അടുത്ത് നല്ല ഹോമിയോ ഡോക്ടർ ഉണ്ട്. എവിടെ ഉണ്ട് ഡോക്ടറുണ്ട്? അടുത്തൊരാളുണ്ട്. എന്നാ വാ, നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം. ഇവിടെ പ്രത്യേകിച്ച് പുള്ളിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല. ലാസ്റ്റ് സ്റ്റേജാണ്. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെടുകയാണ്. പുകവലി കാരണം ശ്വാസകോശം മാത്രമല്ല, ശരീരത്തെ എല്ലാ അവയവങ്ങളും ബാധിക്കുന്ന അസുഖമാണ് നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് വരുന്നത് ഇപ്പോൾ തലച്ചോറിൽ വന്ന് രക്തം കട്ട പിടിക്കുക, കൂടാതെ വന്നിട്ട് വായിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ, ബ്ലാഡറിലെ ക്യാൻസർ, അതുപോലെ കിഡ്നിയിലെ ക്യാൻസർ. അപ്പോൾ ക്യാൻസറിനൊക്കെ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ശ്വാസകോശം ക്യാൻസറായിട്ട് പിന്നെ ശരീരത്തെ എല്ലാ ഭാഗത്തും അത് അഫക്റ്റ് ചെയ്തു. തലച്ചോറിലും അതിന് സെക്കൻഡറീസ് വന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഇത് ഗ്രേവ് കണ്ടീഷനിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇതൊരു പാഠമാണ്. പുകവലി കാരണം ശരീരം മുഴുവനും അഫക്റ്റ് ചെയ്യാണ്. ഈവൻ ഡയബറ്റീസ് ഇപ്പോൾ നമുക്ക് ആരും ചിന്തിക്കാത്തതാണ്. പുകവലിക്കും ഡയബറ്റീസും എന്താ ബന്ധം? പുകവലി എല്ലാ അവയവങ്ങളും ബാധിക്കുന്നുണ്ടല്ലോ. അതുപോലെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയും അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ പുകവലിക്കാർക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് 40% കൂടുതലാണ്. അപ്പോൾ എല്ലാ രീതിയിലും അത് ശ്വാസകോശം മാത്രമല്ല, തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളെയും എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് പുകവലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുള്ളിക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് ഇനിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഹോമിയോപ്പതിയിൽ നമുക്ക് ചെയ്യാവുന്ന പരമാവധി വേദന കുറയ്ക്കാനുള്ള ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. എല്ലാം ചെയ്യാം. മരുന്നായിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പ്രാർത്ഥിക്കാം. ശരി, ഓക്കെ, താങ്ക് യു.
പക്ഷേ ഞങ്ങളെന്നാലും അങ്ങോട്ട് സെൻസസിൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടേ നമ്മളെ സ്കൂളിലെ കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഒരു ലഹരിയിലും പോയി പെടരുതെന്ന്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ അവർ നമ്മുടെ കൂടെ ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ മനസ്സ് ഉറപ്പി വിട്ട് കളയരുത്. ഒരു കുഞ്ഞിനെയും വിട്ട് കൊടുക്കരുത് ഒരു ലഹരിക്കും. അവൻ അധ്യാപകർ വിചാരിച്ച നന്നാകാൻ പറ്റാത്ത ഏത് കുഞ്ഞാനായി ലോകത്തുള്ള ആരും വിട്ടു കൊടുക്കല്ല മക്കളെ കൊടുക്കുക. ടീച്ചർ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? കരിമ്പടച്ചീളുകൾ പിന്നെയും 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 പൂക്കുന്നു നോവിൻ്റെ വാടാമലരുകൾ പിന്നെയും 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 തിങ്ങുന്നു ദേവിൻ കരിമ്പടച്ചീളുകൾ. ചാറിടും വേദന പൈത്തിൽ കഠോരമാമിടിമുഴക്കങ്ങൾ വേർപ്പെടും പാഴ്നില പുറ്റുകൾ പോലെത്ര മൃദുല ഭാഗങ്ങൾ. ചാറിടും വേദന പൈത്തിൽ കഠോരമാമിടിമുഴക്കങ്ങൾ വേർപ്പെടും പാഴ്നില പുറ്റുകൾ പോലെത്ര മൃദുല ഭാഗങ്ങൾ. മരണമേ മരണമേ നീ ഒരുങ്ങിക്കഴിഞ്ഞുവോ? പിന്നെയും 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 പൂക്കുന്നു നോവിൻ്റെ വാടാമലരുകൾ. ജനനമേ നിന്നെ ഞാൻ അത്രയ്ക്കു ജീവനായി ഇഷ്ടപ്പെടുന്നോരു നേരം കരുണ
കരുണയറ്റെവിടേക്കു പോയി നീ കനലായൊരൻമിഴിത്തുമ്പിൻ്റെ മുമ്പിൽ ജനനമേ നിന്നെ ഞാനത്രയ്ക്കു ജീവനായി ഇഷ്ടപ്പെടുന്നോരു നേരം കരുണയറ്റെവിടേക്കു പോയി നീ കനലായൊരൻമിഴി തുമ്പിൻ്റെ മുമ്പിൽ മരണമേ മരണമേ നീ ഒരുങ്ങിക്കഴിഞ്ഞുവോ പിന്നെയും 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 പൂക്കുന്നു നോവിൻ്റെ വാടാമലരുകൾ പിന്നെയും 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 തിങ്ങുന്നു വേവിൻ കരിമ്പടച്ചീളുകൾ വേവിൻ കരിമ്പടച്ചീളുകൾ വേവിൻ കരിമ്പടച്ചീളുകൾ